കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും സജീവമായി നടക്കുന്ന ഒരു ചർച്ച നിങ്ങൾ മൂന്നുപേരെ കുറിച്ചാണ്. അത് ചില ആൾക്കാർ പറയുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും, മറ്റു ചില ആൾക്കാർ പറയുന്നു അതല്ല PD സതീശൻ്റെ ഊഴമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് KC വേണുഗോപാലിൻ്റെ പേരും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ഇതിൽ ആരായിരിക്കും കേരളത്തെ നയിക്കാൻ പോകുന്നത്? നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ ക്ലോസും കൂടെ പറയണമല്ലോ. UDF അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യം അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. ഇതാണ് യഥാർത്ഥ സ്ഥിതി. ഈ നമ്മുടെ ചിലപ്പോഴൊക്കെ ഈ നിലപാടുകൾ രമേശ് ചെന്നിത്തല കർക്കശമായി എടുക്കുന്നില്ല. പല കാര്യങ്ങളും ഒരേ സമയം ഫോക്കസ് ചെയ്യുന്നു. അതുകൊണ്ട് അത് അങ്ങ് നടത്തുന്ന ക്യാമ്പയിനുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിൽ ചില ശത്രുക്കളൊക്കെ ഉണ്ട്, അങ്ങയുടെ ചില മിത്രങ്ങളും ഉണ്ട്. അല്ലല്ല, ഞാൻ ഫോക്കസ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ എൻ്റെ സമീപനം എപ്പോഴും ഒരു കൺസെൻസസിൻ്റെയാണ്. എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് എനിക്കുള്ളത്. എളുപ്പമാണോ? എല്ലാവരും കാരണം നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും അതാണ് ആവശ്യം. ഒരു ഏറ്റുമുട്ടൽ അല്ല, കൺസെൻസസിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ഒരു കൊയിലേഷൻ ആകുമ്പോൾ, ഒരു കൊയിലേഷനെ ഞാൻ നയിച്ച കാലഘട്ടത്തിൽ ഞാൻ എടുത്ത സമീപനം കൺസെൻസസാണ്. ഞാൻ 5 വർഷം UDF ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ, പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത് കൺസെൻസസിൻ്റെ സമീപനമാണ്. അതാണ് എന്നും ആവശ്യമായിട്ടുള്ളത്. പക്ഷേ നിലപാടിൽ ഞാൻ ഒരിക്കലും വെള്ളം ചേർക്കാറില്ല. ഞാൻ എൻ്റെ നിലപാടിൽ എന്നും ഉറച്ചു നിന്നിട്ടുണ്ട്. അത് നാളെയാണെങ്കിലും ഉറച്ചു നിൽക്കും. പക്ഷേ സമീപനം എപ്പോഴും കൺസെൻസസിൻ്റെയും യോജിപ്പിൻ്റെതുമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.